ഫുഡ് അഡിക്ട്സ് ബൈ നീതു. കുറേ ദിവസമായില്ലേ ഞാനൊരു ലഞ്ച് വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് ഓർത്തു ലഞ്ച് വീഡിയോ ചെയ്യാൻ. ഇന്ന് എൻ്റെ ഡയറ്റിൻ്റെ 9th ഡേ ആണ് കേട്ടോ. ഞാൻ ടോട്ടൽ ഒരു 3 kg കുറഞ്ഞിട്ടുണ്ട് 9th ഡേ. ഞാൻ ഒരു 6th ഡേ ആയപ്പോൾ തന്നെ 3 kg കുറഞ്ഞു. അപ്പോൾ ബാക്കിയുള്ള ഈ ഒരു ഡേയ്സിൽ വലിയ ഡിഫറൻസ് എനിക്ക് വരുന്നില്ല. അപ്പോൾ അതെനിക്ക് ചെറിയ സങ്കടം വന്നു. ഒരു 10 ഡിഫറൻസ് വരുന്നില്ലെന്ന് മാത്രമേ 100-200 ഗ്രാം കൂടുതലും കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇന്ന് പോയിട്ട് നമ്മുടെ ജിമ്മിൽ പോയി ട്രെയിനേഴ്സിന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു പീരീഡ്സിൻ്റെ ഡേറ്റ് ആവാറായിട്ടുണ്ട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ ഈ ഹോർമോൺ ചേഞ്ച് ഒക്കെ വരുമ്പോൾ ചെറിയ വെയിറ്റ് കൂടുതൽ കാണിക്കും, എന്നും കുറയില്ല. അപ്പോൾ അത് ഓർത്ത് വിഷമിക്കേണ്ട, ഡയറ്റ് കണ്ടിന്യൂ ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഡയറ്റ് കണ്ടിന്യൂ ചെയ്ത് പോവാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും പിന്നെ ഈവനിങ് ഒരു 5:30 മുന്നേ ഞാൻ ഡിന്നർ കഴിച്ച് നിർത്തും. ഡിന്നർ മീൻസ് പ്രോട്ടീൻ എന്തെങ്കിലും കൃത്യമായിട്ട് എന്തൊക്കെയാണ് കഴിക്കണം ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ലഞ്ചിൻ്റെ പ്ലേറ്റ് ഞാൻ വിളമ്പി വെച്ചു കേട്ടോ. അപ്പോൾ ഈ ലഞ്ച് പ്ലേറ്റ് കണ്ട് ഇതാണോ ഡയറ്റ് ലഞ്ച് എന്ന് ചോദിച്ചാലും എന്നെ പൊങ്കാല ഇടാൻ വരരുത്. ഇതാണ് ഡയറ്റ് ലഞ്ച്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇത് ഇന്നലത്തെ സാമ്പാറാട്ടോ, ഫ്രിഡ്ജിലിരുന്നാണ്. അപ്പോൾ കുറച്ച് സാമ്പാറും എടുത്തേക്കാന്ന് വിചാരിച്ചു. എല്ലാം വെജിറ്റബിൾസ് ആണല്ലോ. അപ്പം ഞാൻ കുറച്ച് അധികം വെജിറ്റബിൾസ് സാമ്പാറും എടുത്ത് വെച്ചു. ബാക്കി ഞാൻ വിളമ്പിയിട്ടോ. എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. നമ്മുടെ 50% നല്ല ബ്രൗൺ റൈസ്, ഇതൊരു 150 ഗ്രാം റൈസേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത്രയും റൈസ് എടുത്തിട്ടുണ്ട്. കുറച്ച് സാമ്പാറുണ്ട്, കുറച്ച് കടലയുണ്ട്, പിന്നെ ഇത് കുറച്ച് അവിയലാണ്. അവിയൽ ശരിക്കും തേങ്ങ അരച്ചത് അത്ര ഹെൽത്തി വേർഷൻ അല്ല, എന്നാലും അവിയൽ ഫുൾ ഓഫ് മിക്സ് വെജിറ്റബിൾ അല്ലേ, അതുകൊണ്ട് ഞാൻ അതെടുത്തു. പിന്നെ ബീൻസ് മെഴുക്കുവരട്ടി ഉണ്ട്, ഇതിൽ തേങ്ങ ഇട്ടിട്ടില്ല. പിന്നെ കുറച്ച് അധികം ക്യുക്കുംബർ ഇട്ടിട്ട് കുറച്ച് നന്നായിട്ട് ഫില്ലാവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതെ ഒരു താറാമുട്ട പുഴുങ്ങിയതിരിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് പിക്കിൾ അങ്ങ് ഉപേക്ഷിക്കാൻ വയ്യ. അപ്പോൾ ഒരു ഇച്ചിരി പിക്കിളിലൊരു 15 കാലറിയൊക്കെ വരുള്ളൂ. അപ്പോൾ ഞാൻ ഇച്ചിരി പിക്കിൾ എടുത്തു. പിന്നെ കേർഡ് നിങ്ങൾക്കറിയാം, എന്നെ അറിയുന്നവർക്ക് പണ്ടേ അറിയാം, എനിക്ക് തൈരില്ലാതെ ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷെ ഞാനിപ്പോൾ 9 ദിവസമായിട്ട് തൈര് എടുക്കണം. നോ ഡയറിയാണ് ഞാൻ ഫോളോ ചെയ്യുന്ന ഡയറ്റ്. അപ്പോൾ ഞാൻ അതും എടുക്കുന്നില്ല. പിക്കിൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്താണെന്നറിയോ, ഡയറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് പ്രോബ്ലം ഹെയർ ലോസ് ആണ്. അപ്പോൾ ഹെയർ ലോസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉച്ചയ്ക്ക് എന്തെങ്കിലും ഒരു ഇലക്കറി എടുക്കാൻ ശ്രമിക്കും. അപ്പോൾ ഇന്ന് ഞാൻ ചീര വെറുതെ, ഉള്ളി ഒന്നും ഇടില്ല, എണ്ണയുമില്ല, ചീര വെറുതെ മറ്റേ വലിയ മുളകും മഞ്ഞപ്പൊടി ഉപ്പിട്ട് ഒന്നിങ്ങനെ വാട്ടിയെടുത്ത് കുറച്ച്, വളരെ ഇത്രയൊന്നും കഴിച്ചാൽ പോരാ ശരിക്കും, പക്ഷെ കുറച്ചെടുത്ത് വെച്ചു. ഇനി ഇത് കൂടാതെ എന്തൊക്കെയുണ്ടെന്ന് അറിയോ, എൻ്റെ മാക്രി അമ്മ ഇവിടെ സ്രാവ് വറുത്ത് വെച്ചിട്ടുണ്ട്, എനിക്ക് കഴിക്കാൻ പറ്റില്ല. പിന്നെ ഇത് ഇന്നലെ ഞാൻ പ്രോട്ടീൻ സോസ് എടുത്ത കൊഴുവയാണ്. അപ്പോൾ ഇത് പൊന്നിന് വേണ്ടി വറുത്ത് വെച്ചിരുന്ന കഴിക്കണം, ഇത് ഞാൻ എടുക്കില്ല. അപ്പോൾ അതുണ്ട്. ഇതൊക്കെ പുറമേ ഇതെല്ലാം കഴിഞ്ഞ് കഴിക്കാൻ എന്താ ഉള്ളതെന്ന് അറിയാം. ഇന്നലെ വൈകുന്നേരം രതീഷേൻ്റെ അമ്മ ഉണ്ടാക്കി കൊടുത്ത നല്ല അടിപൊളി പായസമാട്ടോ. അതിങ്ങനെ കട്ടയായിട്ടിരിക്കേണ്ട ഫ്രിഡ്ജിൽ, ഇങ്ങനെ പുഡിങ് പോലെ കഴിക്കാം. അതും ഞാൻ കഴിക്കില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ലഞ്ച്. നോ പപ്പടം, നോ തൈര്, ഒന്നുമില്ല. ഇതാട്ടോ എൻ്റെ ലഞ്ച്. ഇത് കഴിക്കുമ്പോൾ നന്നായിട്ട് ഫില്ലാവും. ഇത് ഡയറ്റ് ലഞ്ചും ആണ്, കാരണം ചോറിൻ്റെ അളവ് കുറവാണ്. ഇത് മൊത്തത്തിലൊരു 500-600 കാലറി, അങ്ങ് 650 അത്രയും കാലറി ഉണ്ടാവും ഫുഡ്. അതനുസരിച്ച് നമ്മൾ രാവിലെയും വൈകുന്നേരം പ്ലാൻ ചെയ്തിട്ട് ടോട്ടൽ ഒരു 1300 കാലറിയാണ് ഞാൻ ഒരു ദിവസം ഇൻടേക്ക് എടുക്കുന്നത്. കഴിക്കട്ടെ. ആദ്യം നമുക്ക് പ്രോട്ടീൻ സ്റ്റാർട്ട് ചെയ്യാം. മുട്ട. അപ്പം ഞാൻ കഴിച്ചു നോക്കട്ടെ. ഡയറ്റിൻ്റെ കറക്റ്റ് വീഡിയോയും എത്ര കിലോ ശരിക്കും കുറഞ്ഞു, എത്ര ദിവസം എടുക്കാൻ പറ്റുന്നു ഞാൻ കറക്റ്റ് വേറൊരു വീഡിയോ ചെയ്യാം. കാരണം എനിക്കൊന്നും ഉറപ്പില്ല എനിക്ക് എടുക്കാൻ പറ്റുമല്ലോ എന്ന്. അതുകൊണ്ടാണ്. ബൈ.